വാർത്തയിലേക്ക്. ഉപതിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതോടെ പാലക്കാട് തച്ചമ്പാറ പഞ്ചായത്ത് ഭരണം UDF-ന് ലഭിച്ചു. LDF സിറ്റിംഗ് സീറ്റാണ് UDF പിടിച്ചെടുത്തത്. 4-ാം വാർഡ് കോഴിയോട് ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച അലി തേക്കത്ത് 28 വോട്ടുകൾക്കാണ് വിജയിച്ചത്. ചാണ്ടി തുണ്ടുമണ്ണിലായിരുന്നു LDF സ്ഥാനാർത്ഥി. UDF 7, LDF 8 എന്നിങ്ങനെയായിരുന്നു പഞ്ചായത്തിലെ കക്ഷിനില. LDF അംഗം ജോർജ് തച്ചമ്പാറ പഞ്ചായത്ത് മെമ്പർ സ്ഥാനം രാജിവെച്ച് BJP-യിൽ ചേർന്നതിനെ തുടർന്നായിരുന്നു ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. LDF മെമ്പർ രാജിവെച്ചതിനെ തുടർന്ന് ഇരു മുന്നണികൾക്കും സീറ്റ് നില തുല്യമായിരുന്നു. ഉപതെരഞ്ഞെടുപ്പിൽ UDF വിജയിച്ച സീറ്റ് നിലനിർത്തിയതോടെയാണ് LDF-ന് പഞ്ചായത്ത് ഭരണം നഷ്ടമായത്. CJP-യുമാണ് മത്സരിച്ച് എന്നുള്ള കാര്യത്തിൽ അതിൻ്റെ വ്യക്തമായ തെളിവാണ് ആ വോട്ടിംഗ് പാറ്റേൺ. കഴിഞ്ഞ 5 വർഷം മുമ്പ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നടന്നതിൽ 110 വോട്ട് BJP-ക്ക് ലഭിച്ചിരുന്നു. അതിൻ്റെ തൊട്ട് മുമ്പ് തെരഞ്ഞെടുപ്പിൽ 130 വോട്ട് BJP-ക്ക് ലഭിച്ചു. ഇന്ന് BJP-ക്ക് ലഭിച്ചിരിക്കുന്ന വോട്ട് 40 വോട്ടുകൾ മാത്രമാണ്. ഇത് BJP ഇടതുപക്ഷത്തിന് വോട്ട് വിൽപ്പന നടത്തിയിരിക്കുകയാണ്. BJP-ക്കാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ BJP-യുടെ ഓഫീസ് പൂട്ടി താഴിട്ട് നിങ്ങൾ അവിടെ നിന്നും ഇറങ്ങിപ്പോകണമെന്നാണ്. കാരണം വെച്ചാൽ ഇവിടുത്തെ തച്ചമ്പാറയിൽ ഇടതുപക്ഷവും BJP-യും തമ്മിലുള്ള കൂട്ടുകക്ഷി ബന്ധമാണ്. കൊടുവായൂർ കൊളോട് പഞ്ചായത്ത് 13-ാം വാർഡ് LDF നിലനിർത്തി. LDF സ്ഥാനാർത്ഥി A. മുരളീധരനാണ് വിജയിച്ചത്. 108 വോട്ടുകൾക്കാണ് മുരളീധരന്റെ വിജയം. കൊളോട് വാർഡിൽ 6 സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുണ്ടായിരുന്നത്. CPM-ന്റെ K. കുട്ടമണി മരിച്ചതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് ആവശ്യമായി വന്നത്. വ്യക്തമായ ഭൂരിപക്ഷത്തോടെ LDF-നാണ് പഞ്ചായത്ത് ഭരണം. ചാലിശ്ശേരി പഞ്ചായത്തിലെ 9-ാം വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി K. സുജിത വിജയിച്ചു. UDF സിറ്റിംഗ് സീറ്റായിരുന്നു. UTV ന്യൂസ്, പാലക്കാട്.